അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രേക്ഷകരുടെ നിറഞ്ഞ കയ്യടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം. പൊന്നാനിക്കാരുടെ കൂട്ടായ്മയിലൊരുങ്ങിയ സിനിമ യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങളെ ഹാസ്യാത്മകമായാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പൊന്നാനിക്കാരിയായ ഫാത്തിമ ഫെമിനിച്ചിയാകുന്ന കഥ ആക്ഷേപഹാസ്യത്തിലൂടെ അനാചാരങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. അസമത്വവും പെണ്ണനുഭവിക്കുന്ന നോവും മുസ്ലിം സമുദായത്തിലെ ആൺകോയ്മയിൽ എത്രത്തോളമുണ്ട് എന്ന് ഫാത്തിമ പറഞ്ഞു വെക്കുന്നു. സിനിമ പ്രേക്ഷക സമൂഹം ഏറ്റെടുക്കുമ്പോൾ നിറഞ്ഞ സന്തോഷത്തിലാണ് സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ബേസിക്കലി എനിക്ക് പറയുന്നത് സ്ത്രീകളുടെ ഇപ്പോഴും അങ്ങനത്തെ ഒരുപാട് ഫാത്തിമമാർ ഉണ്ട്. എന്താണ് ലൈഫ് എന്താണ്, അങ്ങനെ ഒരു സ്ഥിരം റൊട്ടീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞാൻ ചില ആളെ കണ്ടിട്ടുണ്ട്, ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇവരെന്താ അങ്ങനെ ചെയ്യാത്തത്, അവരെന്താ അതിനൊന്നും പറയാത്തത്. അപ്പോൾ അത്തരം ചിന്തകളിൽ നിന്നാണ് ഫാത്തിമയുടെ തോട്ട് വന്നു തുടങ്ങിയത്. ഫെമിനിച്ചി ആസ്വാദക ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൻ്റെ സന്തോഷത്തിലാണ് ഫാത്തിമയായി എത്തിയ ഷംല ഹംസ. ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു ക്യാരക്ടർ എനിക്ക് വന്നപ്പോൾ എൻ്റെ മോള് 5 months ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 5 to 6 months എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ എനിക്കിത് ഉപേക്ഷിക്കേണ്ടെന്ന് തന്നെയായിരുന്നു. കാരണം ഒരു മെസ്സേജ് അല്ലേ, നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. പിന്നെ എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ടാവും ഇങ്ങനെ മീഡിയ ഫീൽഡിലൊക്കെ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തു. ഇപ്പം IFFK കാണുമ്പോൾ ഇതെങ്ങാനും ഞാൻ ആ സമയത്ത് മിസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് സങ്കടമായി. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നുറപ്പുണ്ടായിരുന്നു. പക്ഷേ അതിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഉസ്താദായി വേഷമിട്ട കുമാർ സനൽ. ആഗോളപരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണെന്നുള്ള അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സാധനം ചെയ്തിട്ടുള്ളത്. ഒന്നിലേക്ക് ഒതുങ്ങാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. വ്യാപകമായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഞങ്ങൾ. പ്രേക്ഷകർ ഇഷ്ടപ്പെടുമ്പോൾ നിറഞ്ഞ സന്തോഷം. സുഹറയായി മികച്ച അഭിനയം കാഴ്ചവെച്ച വിജി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. നമ്മളെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഒരു സിനിമയിൽ വരുന്നോ, ഇങ്ങനത്തെ ഇത്രയും ആദ്യം തന്നെ IFFKയിൽ സെലക്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ വരും, ഇത്രയും സ്വീകാര്യത കിട്ടുന്നെന്ന് വിചാരിച്ചില്ലേ, വലിയ ഭാഗ്യം തന്നെയാണ്. സിനിമ ആസ്വാദകർ ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു. പുരസ്കാര നിറവിലും സിനിമ അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.